ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ ആയിരുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കാനായില്ല. അപ്പോൾ എല്ലാവരും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? അപ്പോൾ ഞങ്ങളിതാ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എവിടെ നിന്ന് വാങ്ങാമെന്നിങ്ങനെ കുറേ ആലോചിച്ചു. അപ്പോൾ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയപ്പോൾ പോയി തിരൂരെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട് ചെട്ടിപ്പടിയാണ്. പരപ്പനങ്ങാടിയിൽ നിന്നാണ് വാങ്ങിക്കാറ്. അല്ലെങ്കിൽ പിന്നെ ടൗണിലൊക്കെ പോയിട്ട് കോഴിക്കോടായിരുന്നു വാങ്ങാറ്. ഇപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെ താന്നൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ താന്നൂരിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കടയിൽ ഇങ്ങനെ കണ്ടു, സ്കൂളിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ബോട്ടിലും ബുക്കും എല്ലാം. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു വർഷത്തേക്കുള്ള സാധനം ഒരുമിച്ച് തന്നെ വാങ്ങി വെക്കാമെന്ന് കരുതി. നമ്മളിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പെൻസിലൊന്നും വാങ്ങുന്നതിലും നല്ലത് കൂടുതൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും സ്കൂളിൽ പോകുന്നതുകൊണ്ട് മോൾക്കും മോനും വേണ്ടി വാങ്ങാനുണ്ട്. മോള് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മോന് 2ാം ക്ലാസ്സിലും. അപ്പോൾ 2 പേർക്കും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ലിസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാഗും നോട്ട് പുസ്തകങ്ങളും പെന്നും ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതുപോലത്തെയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്യുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം.
അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കവറിൽ നിന്ന് എടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഇത് മോന് വാങ്ങിച്ച കിറ്റാണ്. ഇത് അവനക്കുള്ള ബാഗാണ്. അവന് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനക്ക് അത്യാവശ്യം വലിയ ബാഗിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്ര മതിയാകും. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ബാഗാണ്. ഇനി വാങ്ങിച്ചിട്ടുള്ളത് മോളെ ബാഗാണ്. മോള് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് കുറച്ച് വലുത് വാങ്ങിച്ചു. അത്യാവശ്യം ബുക്കൊക്കെ ഇടാനുള്ള സൗകര്യത്തിനനുസരിച്ചിട്ട് കുറച്ച് വലിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ 1 വർഷത്തെ വാറണ്ടി അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും 1 വർഷത്തേക്കല്ലേ ഉപയോഗിക്കുള്ളൂ, പിന്നെ മാറ്റുമല്ലോ. ഇനിയിപ്പോൾ ഇതാ ബാക്കി സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ബുക്ക് പൊതിയാനുള്ളതും പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ പെന്ന് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബോട്ടിൽ ചെറിയ മോൻക്ക് വാങ്ങിയതാണ്. അവന് 2 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ സാധനം വാങ്ങിച്ചപ്പോൾ അവനക്കും വേണമെന്ന് പറഞ്ഞു. ഇത് മോൾക്ക് വാങ്ങിച്ച ബോട്ടിലാണ്. അവൾക്ക് എസ്തറ്റിക് കണക്കിലുള്ളൊരു ബോട്ടിൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇത് മോൻക്ക് വാങ്ങിച്ചിട്ടുള്ള ബോട്ടിലാണ്. അവനക്ക് പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും സെയിം കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവന് കുറച്ചും കൂടെ ഓർത്തെടുക്കാൻ അതാണ് ബെറ്റർ എന്ന് തോന്നി. അവന് മറന്നു പോകുന്നതാണ്. സാധനങ്ങളൊക്കെ ഓരോ ദിവസം ഓരോന്ന് കളഞ്ഞു വരും. അപ്പോൾ അവൻ്റെതൊക്കെ ഞാൻ ഒരേപോലെ സ്പൈഡർമാൻ്റെ തീമിൽ റെഡ് കളറാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇതാ ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ചെറിയ മോൻക്ക് എഴുതി പഠിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രീ ആയിട്ട് നെയിം സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ബെൻറ്റൻ്റെ, മെസ്സിയുടെ ഒക്കെ. അപ്പോൾ ജയ്ഷിന് നല്ല ഇഷ്ടമാണ് മെസ്സിൻ്റെ ഒക്കെ. അങ്ങനെ ഇതാ കുറച്ച് നെയിം സ്ലിപ്പും അവിടുന്ന് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ജോമെട്രി ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കോസ്മോസിൻ്റെ ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അവളുടെ സാധനങ്ങൾ തന്നെ കൂടുതലുണ്ടാവുക. പിന്നെ അവൾക്ക് പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളറും ഒക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ മാർക്കർ, സ്കെയില്, പിന്നെ സ്റ്റാപ്ലർ. നമ്മൾ ബുക്ക് എന്തായാലും പൊതിയുമ്പോൾ അത്യാവശ്യം സ്റ്റാപ്ലറൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഇത് മോൻക്ക് വാങ്ങിച്ച ബോക്സാണ്. അപ്പോൾ അവനക്ക് ഇങ്ങനത്തെ ബോക്സാണ് ഇഷ്ടപ്പെട്ടത്, ഗെയിം കളിക്കുന്ന പോലത്തെ. അപ്പോൾ അവൻ്റെ ബോക്സൊക്കെ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ, വേഗം പൊട്ടിച്ച് പണിയാക്കും. പിന്നെ ഇതാ കുറച്ച് പെന്ന് അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പെൻസിലും അതാണ് കൂടുതലായിട്ട് ആവശ്യം വരിക. ഇനിയിപ്പോൾ ഇതാ വേറെ കുറച്ച് ഓയിൽ പേസ്റ്റ് കളറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസിൽ കുറച്ച് കളർ പെൻസിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മദ്രസയിലേക്ക് ചിലപ്പോൾ സ്ലേറ്റും പെൻസിലും ആവശ്യം വരുമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതിൻ്റെ മരപ്പൊടിയൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫുള്ള് മരത്തിൻ്റെ ടൈപ്പ് ഒരു പൊടി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടാപ്പൊക്കെ വാങ്ങിച്ചു, പ്ലാസ്റ്റിക് ടാപ്പ്, ഇൻസുലേഷൻ ടാപ്പും. പിന്നെ ഇത് റബ്ബറാണ്. അങ്ങനെ സ്കെയിലുകൾ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇത് ഷാർപ്നറാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നോട്ട് ബുക്കാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കും മദ്രസയിലേക്കും സ്കൂളിലേക്കും ആവശ്യമായിട്ടുള്ള ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ബുക്കും കൂടി വാങ്ങിച്ചു. ഇനി എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.